ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത്. അപ്പം കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ചു. എന്നിട്ട് നമ്മുടെ ഈ മുക്കുറ്റി ഉണ്ടല്ലോ, മുക്കുറ്റി കണ്ടാൽ അറിയാവോ? വേണ്ടേ നമ്മുടെ 5 കുറേ സാധനങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ മഞ്ഞപ്പൂവുള്ള ചെടി കണ്ടോ, അതാണ് മുക്കുറ്റി. അപ്പോൾ മുക്കുറ്റി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഉരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നീരെടുത്ത് തലയിൽ ഇങ്ങനെ തൊടാറുണ്ട്. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തു. അപ്പം രാവിലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കേട്ടോ. ഇതെനിക്ക് ചേച്ചിയാണ് പറഞ്ഞു തന്നത്. അത് ജസ്റ്റ് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു മുക്കുറ്റി പറിച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് കൈവെള്ളം വെച്ച് തന്നെ ഉരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ചന്ദനം പോലൊക്കെ ഒരു സാധനം കിട്ടും. അപ്പോൾ അതെടുത്ത് നെറ്റിയിലിടുക. അപ്പം ഇതാണ് സംഭവം. അപ്പം രാവിലെ തന്നെ ഞാൻ പോയി കുളിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ കുറച്ച് ദിവസം കൊണ്ട് കഴിക്കാറുള്ളത്. അപ്പം ഇന്ന് രാവിലെ ഇവിടെ ഉപ്പുമാവായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടുമേ പ്രിയമല്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയേ എടുത്തുള്ളൂ. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനോടൊന്നും എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇത് ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം നമ്മളിങ്ങനെ എപ്പോഴും ഓണായിട്ടിരിക്കണം. അറിയാതെ അങ്ങനെ വല്ലതും കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുന്നത്, അയ്യോ വീഡിയോ എടുക്കണമായിരുന്നല്ലോ എന്നുള്ളൊരു കാര്യം. പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ അങ്ങനെ വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം, ലെറ്റ്സ് സീ. രാവിലെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വായിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാത്രിയിലല്ല ഡയറി എഴുതുന്നത്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 300 പേജ് എന്തോ വായിച്ചു കേട്ടോ. ബാക്കി അതുപോലെ അവിടെ ഇരിക്കുകയാണ്. എനിക്കൊരു മൂഡ് വന്നാലേ എനിക്ക് വായിക്കാൻ തോന്നാറുള്ളൂ. 310 ഓക്കെ 310 പേജ് വരെ വായിച്ചു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം രാവിലെ ഞാൻ ജസ്റ്റ് ഒരു ഡയറിയൊക്കെ എടുത്ത് എൻ്റെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പം പിന്നെ കുറച്ച് വായിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം ഞാനൊരു മലയാളം നോവലും കൂടെ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വായനയൊക്കെ കഴിഞ്ഞിട്ട് പതിവ് പോലെ തന്നെ ബിഗ് ബോസിൻ്റെ റിപ്പീറ്റ് ഉണ്ടല്ലോ, രാവിലെ ഏഷ്യാനെറ്റിൽ കാണിക്കും. അപ്പം അത് കുറച്ച് നേരം ഇരുന്ന് കാണും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും അല്ല, പക്ഷേ മഴ എന്നാലും അത്യാവശ്യം പെയ്തു. മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നൊരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് പീനട്ട് ഫ്രൂട്ട് അങ്ങനെ എന്തോ ആണിത് പറയുന്നത്. കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് അതേ ടേസ്റ്റ് എന്തോ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് മഴ ആയതുകൊണ്ട് കുറച്ചും കൂടെ കാടായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മുരിങ്ങയിലൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് അമ്മ എവിടുന്നോ കൊണ്ടുവന്ന നട്ട ചെടിയാണ്. നല്ല വയലറ്റ് കളർ പൂവൊക്കെ കളിക്കുന്നത്. ഇന്ന് വീട്ടിൽ കൊഞ്ചായിരുന്നേ വാങ്ങിച്ചത്. ചേച്ചി അമ്മയും കൂടെയാണ് ക്ലീൻ ചെയ്തത്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തെ ഒരു ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എൻ്റെ ദിവസത്തിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടൊരു സമയം എന്ന് പറഞ്ഞാൽ നിധി സ്കൂളിൽ നിന്ന് വരുന്ന ടൈമാണ് കേട്ടോ. ഏകദേശം 3:15 ആകുമ്പോഴാണ് അവളുടെ സ്കൂൾ ബസ് വരുന്നത്. ഹലോ, നോക്കട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ യൂണിഫോം ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, കൊള്ളാം, സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. ഈ അടുത്ത സമയമായിട്ട് ഞാൻ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഒരുപാട് പഴയ ദ വാമ്പയർ ഡയറീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എപ്പിസോഡുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അത് കാണട്ടെ. കുഞ്ഞാവിക്ക് ഫോണിൻ്റെ ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നേരം അവൾക്ക് യൂട്യൂബിൽ അവിടെ ഇഷ്ടപ്പെട്ട ചാനൽ ഏതെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫേവറേറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളുകൊണ്ട് അവൾ ചട്ടമ്പീസിൻ്റെ വീഡിയോസൊക്കെ കാണും. ഭയങ്കര ഹാപ്പിയാണത് കാണുമ്പോൾ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞാനും അവളുടെ കൂടെ ഇരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഡിസ്കവറിയിൽ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്തൊക്കെയോ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. കപ്പലണ്ടി, പൊട്ടറ്റോ ബിസ്ക്കറ്റ്, തിരിച്ച് മറിച്ച് നോക്കി ഓരോ വീഡിയോ എടുത്തിട്ട് തിന്നുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കുഞ്ഞാവിയും കൂടെ ഇവിടെ പോയി. ഞങ്ങൾ കുന്നിക്കോട് വരയ്ക്കൊന്ന് പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പുനലൂരോട്ടാണ്, പുനലൂർ ചിക്കിങ്സിലോട്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ് പാട്ട് ആ സമയത്ത് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ. അപ്പോൾ കുറച്ച് നാളായി പുറത്തൊക്കെ ഇങ്ങനെ പോയിട്ട്. അപ്പം കുഞ്ഞാവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ
ചിക്കിങ്സൊക്കെ. പക്ഷേ അതങ്ങനെ എപ്പോഴും വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കനൊക്കെ. അപ്പം ഏകദേശം രാത്രി ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളങ്ങ് ചെന്നപ്പോഴത്തേക്ക്. 6:30 ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് വലിയ കാര്യമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദുബായിൽ ചൂടാണെന്നുണ്ടെങ്കിൽ ഇങ്ങ് കേരളത്തിൽ എന്ത് മഴയാണല്ലേ. ചേട്ടൻ വിളിച്ചിട്ട് അവിടെ ചൂടാണ് എന്നൊക്കെ പറയുന്നു, അതേസമയത്ത് ഇവിടെ പെരുമഴയാണ് കേട്ടോ. ഇവിടെ ചൂടുള്ള സമയത്ത് അവിടെ തണുപ്പും, എന്താല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.